ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് ഇരിക്കുന്നത് പട്ടായ ബീച്ചിലാണ്. ഒന്നും പറയാനില്ലേ? എന്താണ്? എന്തെങ്കിലും ഒരു 2 വാക്ക് പറ. പട്ടായ ഈ ഒരു വയസ്സിൽ പട്ടായ ഹൗ വാസ് ഇറ്റ്? നല്ല, എനിക്ക് ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് നല്ല ഒരുപാട് നല്ല ഡ്രസ്സസ് ഒക്കെ ഒരുപാട് നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഡ്രസ്സ് മാത്രമല്ല, ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റങ്ങളൊക്കെ എല്ലാം കൊള്ളാം. ബാഗ് കൊച്ചു സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കൊള്ളാം. എന്തുകൊണ്ട് ഒരു ടീനേജ് അല്ലല്ലോ, കോളേജ് പ്രായത്തിൽ എന്തുകൊണ്ട് പട്ടായ ബാങ്കോക്ക് പോയില്ല? ഇവിടെ വേറെ ആരിയിരിക്കുന്നു? ഇതൊന്നും അന്ന് അങ്ങനെയുള്ള ഒരു ഇതേ ഇല്ല. ആരെന്ന് ഇവിടെ ഞാനെന്ത് പ്രേതോ? ഇപ്പോഴല്ലേ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് അങ്ങനെ വരുന്നു. അന്ന് അങ്ങനെയൊന്നും ആരും മറ്റു ഇതിലോട്ടൊന്നും പോകുന്നൊന്നും ഇല്ല. അങ്ങനെ വളരെ റെയറായിട്ട് മാത്രമേ, അതും ജോബായിട്ട് പോകുന്നത് മാത്രമേ ഉണ്ടായിരുന്നു. ഇങ്ങനെ ടൂറായിട്ടൊന്നും ആരും അന്നൊന്നും പോകില്ല. ഓക്കെ, അപ്പം ഈ കാലത്ത് ഇപ്പൊ ഈ പട്ടായയിൽ നിൽക്കുമ്പോൾ എന്താണ് മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്നത്? അങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. സന്തോഷം. എന്റെ കൂടെ വന്നോണ്ട് ഡബിൾ ഭാഗ്യം. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ. ഓക്കെ, അപ്പം പബ്ബിലൊക്കെ പോകുന്നില്ലേ? പട്ടായയിൽ വന്ന പബ്ബിലൊക്കെ പോണോന്നാണ്. പബ്ബെന്ന് പറഞ്ഞ അറിയത്തില്ല? അയ്യോ, അറിയത്തില്ല. പബ്ബെന്ന് പറഞ്ഞ എന്തുവാ പറ? പബ്ബില് എന്താ ഡാൻസ്, പാട്ട്, ലിക്കർ ഇതൊക്കെ ഉണ്ടാവും. DJ മ്യൂസിക്. അപ്പൊ പട്ടായയില് അവിടെ നടക്കില്ലേ DJ നടക്കുന്നുണ്ട്. നമുക്ക് പട്ടായയില് പബ്ബില് പോയിട്ട് ഒരു 2 ഒക്കെ അടിച്ച്. അത് വേണ്ട, 2 ഒന്നും അടിക്കണ്ട. ആൾക്കാരൊക്കെ അവിടെ അടിക്കുന്നൊക്കെ കണ്ടുകൊണ്ട് വന്നാൽ മതി. നിങ്ങള് ഫാമിലി ആയിട്ട് പോയപ്പോഴത്തേക്കും പട്ടായയിലേക്ക് വരല്? എന്ത് വേണ്ടതൊക്കെ ആൾക്കാർ പലതും കാണിക്കുന്ന വെച്ചാൽ നമ്മളെല്ലാം അതുപോലെ നമ്മൾ ചെയ്യണം. ഇപ്പോഴാണ് ആ ഇന്ത്യൻ മദർ എണീറ്റ് വന്നത്. അങ്ങനെ അതൊക്കെ ശരിയാണ്. നമ്മളായിരിക്കണം. എന്തുണ്ടെങ്കിലും കഴിക്കുന്ന കാര്യം എന്ന് വന്ന ഷീ വിൽ ബി ആക്റ്റീവ്. അതായത് എനിക്ക് ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇപ്പം എന്താണ്, ഒന്നും കഴിക്കത്തില്ല, ഒരു സാധനം കഴിക്കില്ല. ഒന്നും കഴിക്കാത്ത കുട്ടിയാണ് ഗൈസ് ഞാൻ. ഭയങ്കര കഷ്ടമാണ്. ഓക്കെ ഗൈസ്, കുറ്റങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നിർത്തി അങ്ങ് അപമാനിക്കുവാൻ. അല്ല, അങ്ങനല്ല, കഴിക്കണം. ഈ പ്രായത്തിൽ വേണം കഴിക്കാൻ. കഴിക്കേണ്ട സമയത്ത് കഴിക്കണം. അല്ലാതെ കഴിക്കാതിട്ടൊരു കാര്യം അസുഖങ്ങൾ വിളിച്ചു വരുത്തും. അത്രേ ഉള്ളൂ. ഗൈസ്, ഇവിടെ ഒരു സംഭവം വരുന്നുണ്ട്, കാണിച്ചു തരാം. ആരാണെന്ന് അറിയില്ല ഗൈസ്, അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നതാണ്. ആരെങ്കിലും ആയിരിക്കും. നേരത്തെ വല്ല കോറലൈലൻഡിൽ പോയി അവിടെ അകപ്പെട്ട് കാണാതായ വല്ലവരും ആയിരിക്കും തോന്നുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ രാവിലെ 3 സ്ഥലത്ത് പോയിട്ട് രാത്രി കുറച്ച് ചില്ല് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഒത്തിരി ഷോപ്പ് ചെയ്യാനായിട്ടൊക്കെ ഇഷ്ടം പോലെയുണ്ട് അവിടെ തന്നെ. അതുപോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കഴിക്കാനും ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ നമുക്ക് ഷോപ്പിങ്ങിനായിട്ടാണ് പോകുന്നതെങ്കിൽ ഇറ്റ് ഡിപ്പെൻസ്. ഞാനൊക്കെ ആണെങ്കിൽ കുറേ നേരം നിന്ന് നോക്കി സെലക്ട് ചെയ്ത് വീണ്ടും സെലക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കുറച്ച് ടൈമിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ടാണ് പോകുന്നതെങ്കിൽ ബെസ്റ്റ് പ്ലേസ് ആണ്. നല്ല കളക്ഷൻസ് ഉണ്ട് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള മാർക്കറ്റിലെ ക്ലോത്ത്സ് ആയാലും എല്ലാം കിടിലോ ആണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ വെച്ച് അതുപോലെ കരിക്ക് കുടിച്ചു. അതുപോലെ അവിടെ വെച്ച് തന്നെയാണ് ഞാൻ മറ്റേ പുഴുവിനെയും പക്കീനെയൊക്കെ കഴിച്ചത്. ആക്ച്വലി ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഫുൾ ടൈം അമ്മ വന്ന് ഇവിടെ ഇരുന്ന് ഈ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണാത്തവരത് പോയി കാണുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ പോയത് ടൈഗർ പാർക്കിലാണ്. ടൈഗർ പാർക്കിൽ മീഡിയം ടൈഗറും സ്മോൾ ടൈഗറും ലാർജ് ടൈഗറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പാക്കേജിൽ മീഡിയം ടൈഗർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ചെന്നിട്ട് ഏത് ടൈഗർ ആണോ, സ്മോൾ ആണെങ്കിൽ സ്മോൾ എടുക്കാം, ലാർജ് ആണെങ്കിൽ ലാർജ് എടുക്കാം. അപ്പോൾ അവിടെ ഒരു വൈറ്റ് ടൈഗറും കൂടെ ഉണ്ട്. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ
ജസ്റ്റ് അവിടെ ഒരു കടയിൽ കയറി ഞങ്ങൾ കുടിക്കാനായിട്ട് ഒരു സ്മൂത്തി കുടിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ഞങ്ങൾ പോയത് ആർട്ട് ഇൻ പാരഡൈസ് ആണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളായാലും മുതിർന്നവർക്കായാലും അതൊരു മസ്റ്റ് ട്രൈ ആണ് ഈ ആർട്ട് ഇൻ പാരഡൈസ്. അവരൊരു ആപ്പ് നിങ്ങളെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിക്കും. ആ ആപ്പ് വെച്ച് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 3D എഫക്റ്റിൽ നമുക്ക് അങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റും. അതൊരു കിടിലം എന്താണ് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ അതുപോലത്തെ വീഡിയോസ് എടുത്തു. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം ആ വീഡിയോസൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ നിൽക്കുന്ന പ്ലേസിലേക്ക് വന്നു. എന്നിട്ട് അപ്പോൾ ഒത്തിരി നടന്നതായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളിങ്ങനെ രാത്രി നൈറ്റ് ലൈഫ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പട്ടായ ബീച്ചിലേക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ശരിക്കും ഒത്തിരി എന്താണ് ബിസിനസ്സാണ്. കാരണം ഈച്ച് ആൻഡ് എവ്രി കോർണർ അവർക്ക് കടയുണ്ട്. കണ്ടോ, പുറകെ കാണുന്നതൊക്കെ സ്റ്റോളാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്, ഇങ്ങനെ സ്ക്വിഡൊക്കെ ഇത് ചെയ്തിട്ട്. പിന്നെ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി 2 സംഭവങ്ങൾ വാങ്ങിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കാണുക ആ വീഡിയോ. സോ ഞാൻ ഇവിടുത്തെ ഫുഡിൻ്റെയൊക്കെ റിവ്യൂ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനി പട്ടായയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോകും. ഞങ്ങൾ ബീച്ചൊക്കെ കണ്ടിട്ട് നെക്സ്റ്റ് പോയത് സെൻട്രൽ പട്ടായയിലേക്കാണ്. സെൻട്രൽ പട്ടായ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ മോളാണ് കേട്ടോ. അതിൻ്റെ താഴെയായിട്ട് ഇതേപോലെ കുട്ടി കുറേ സ്റ്റോൾസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരു ചെറിയൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് താഴേക്ക്. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്സ് ഇറങ്ങി താഴേക്ക് പോകുമ്പോഴത്തേക്കും ഇതുപോലൊരു സെറ്റപ്പിലാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കെ ഡ്രാമാസ് കാണുന്നവർക്ക് ഈ ഒരു പ്ലേസ് ഭയങ്കര റിലേറ്റബിൾ ആണ്. കാരണം കെ ഡ്രാമാസിൽ കാണിക്കുന്ന നൈറ്റ് സീൻസിൽ അവർ സോജു ഒക്കെ ഇരുന്ന് കുടിക്കുന്നത് ഇങ്ങനെ ഒരു പ്ലേസിലാണ്. അപ്പോൾ അവിടെ അതുപോലെ തന്നെ കുറേ ബിയർ ക്യാൻസ് അതുപോലെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. പക്ഷേ അതിൻ്റെ കൂടെ സൈഡ് ഡിഷസ് ആണ് അവിടെ എല്ലാവരും കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടത്. സോ ഇതുപോലെ ഒരു സെറ്റായിട്ടാണ് കേട്ടോ അവിടെ കൊടുക്കുന്നത്. 400 ബാത്താണ് ഈ കാണുന്ന ഒരു സെറ്റ് ഓഫ് പ്രോൺസിന്. അപ്പോൾ അത് ബാർബിക്യൂ ചെയ്ത് അവർ തരും. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള പ്രോൺസ് അവിടെ ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാം. അപ്പോൾ പലതരത്തിലുള്ള മിക്സഡ് ആയിട്ടുള്ള സീ ഫുഡ് പ്ലേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ ഇത് ഓയിസ്റ്റേഴ്സ് ആണ്, ഫ്രഷ് ഓയിസ്റ്റേഴ്സ് ആണ്. അത് നമുക്ക് റോ ആയിട്ടും തരും, അല്ലെങ്കിൽ നമുക്ക് കുക്ക് ചെയ്തും അവർ തരും. ആൻഡ് ഇത് വന്നിട്ട് കുറച്ച് മീറ്റ് ബോൾസും അതുപോലെ കുറേ ടൈപ്സ് ഓഫ് സോസേജസ് ഉണ്ട് അവിടെ. അതുപോലെ മോമോസ് ഒത്തിരി ഉണ്ടായിരുന്നു. ഫിഷിൻ്റെ വെറൈറ്റീസ് ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി അവിടെയുള്ള ട്യൂണയുണ്ട്, സാൽമൺ ഫിഷ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഓരോ സാലഡ്സ് ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് അവിടെ ചിലർ റോ ആയിട്ട് കഴിക്കുന്നവരുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന വലിയ ഗ്രേപ്സ് ആണ് കേട്ടോ. ലുലുവിലൊക്കെ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന കണ്ടിരുന്നു. അതുപോലെ സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ മൊഗ്രനേറ്റ് അത് എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളത് വിട്ടുപോയി വാങ്ങാൻ. അങ്ങനെ ഞങ്ങൾ പുറത്തുള്ള സ്റ്റാളിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എന്നിട്ട് മോളിൻ്റെ ഉള്ളിലേക്ക് കയറി. മോൾസിൻ്റെ ഉള്ളിൽ കുറേ ബ്രാൻഡഡ് ആയിട്ടുള്ള കടകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതുപോലെ സൂപ്പർ മാർക്കറ്റ്സ് ഒത്തിരി 2-3 ഉണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റ്സ് തന്നെ. അതുപോലെ ഫാർമസീസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ കോഫി ഷോപ്സ്, അതുപോലെ ഫുൾ മീൽ കോഴ്സ് കഴിക്കാൻ പറ്റിയ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു എന്തോ ബോബ ടീ, അതുപോലെ പോപ്കോൺസ്, കാരമൽ പോപ്കോൺസ് ഒക്കെ കൊടുക്കുന്ന ഒത്തിരി കടകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആ മോളിൻ്റെ ഒരു ഇന്നർ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഭയങ്കര രസമായിരുന്നു. അമ്മ ഇപ്പോൾ നോക്കുന്നത് ഫ്രൂട്ട്സ് അല്ല കേട്ടോ, അത് സോപ്പാണ്. ഇപ്പോൾ മാംഗോയിൻ്റെ സോപ്പാണെങ്കിൽ മാംഗോ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കും. ഇതൊക്കെ മാക്രൂൺസ് ആണ്, പല ഫ്ലേവേഴ്സിലുള്ള മാക്രൂൺസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇതുപോലെ കുറേ ക്ലോത്ത്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങളൊരു ക്ലോത്ത്സിൻ്റെ ഒരു ബ്രാൻഡഡ് ഷോപ്പിൽ കയറി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മിറർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മാൻഡേറ്ററി പോസ് ആണ് കേട്ടോ. എവിടെ ചെന്നാലും ഒരു കണ്ണാടി കണ്ടാൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇതൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് കുറച്ചൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2-3 ഡ്രസ്സ് ഞാനിങ്ങനെ ഒന്ന് വെച്ച് നോക്കി കേട്ടോ. വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും വെച്ച് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ ഈ വൈറ്റ് വെച്ച് നോക്കി. എനിക്ക് വൈറ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞ് എടുത്ത ആ ഒരു ഓറഞ്ച് കളറുള്ളത് എനിക്ക് ഒരുവിധം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന് 950 ബാത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത പാടേനത്ത് ഞാൻ തിരിച്ചു വെച്ചു. അങ്ങനെ ഞാൻ അവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും എൻ്റെ അമ്മ അവിടെ നിന്ന് കാര്യമായിട്ട് എന്തോ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മന്ദം ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ഗൈസ് അമ്മയുടെ കയ്യിലൊരു ബാമിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് അമ്മ അവിടെ കാര്യമായിട്ട്. ഇതിന് ഈ ഒരു വളക്ക് 850 ബാത്താണ് വേണ്ട ഗൈസ്. അതിൻ്റെ തന്നെ കമ്മലൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. ഇവിടെ നല്ല രസമുള്ള ഡ്രസ്സുകളുണ്ട് കേട്ടോ. എല്ലാം വാരിക്കൂരി വാങ്ങണമെന്നുണ്ട് എനിക്ക്. നമ്മുടെ അവിടെ ഇതേപോലെ കുറേ വിലയുള്ളതൊക്കെ വില കൂട്ടിയൊക്കെ വെക്കും ഗൈസ്. ഇതൊക്കെ വെക്കാവോ എന്തോ, ഇതൊക്കെ തലയിൽ വെക്കാൻ തോന്നുന്നു. പൈററ്റ്സ് ഓഫ് കരീബിയനെ പോലെ ഉണ്ട്. ബാഗ് വേണ്ട. ഗൈസ് എൻ്റെ ഇഷ്ടപ്പെട്ട കളർ ഗൈസ്. വാവ്, എനിക്കിഷ്ടപ്പെട്ടത് ആക്ച്വലി കുറച്ച് ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള കളറുള്ളതൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ നോർമലി കാര്യം
കൊറേ കാശുമായിട്ട് വരുമ്പോ ഇതൊക്കെ ഞാൻ വാങ്ങും ഗൈസ്. കൊറേ ഇങ്ങനെ മാംഗോ ജെല്ലീസ്. ഇത് ആക്ച്വലി നല്ല ചപ്പൽസ് ഉണ്ട്, കാണിച്ചു തരാം. വാങ്ങണ്ടവാ, വെച്ചിട്ട് വാ 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 വാ. ഇഷ്ടം പോലെ ചപ്പൽസ് ഉണ്ട്. ഓക്കെ, ഗൈസ് ഈ സെൻട്രൽ പട്ടായയിൽ കയറുമ്പോഴൊക്കെ എനിക്ക് വരുന്ന ആകെ ഒരേ ഒരു മണമേ ഉള്ളൂ, അത് ബിരിയാണിന്റെ മണമാണ്. അത് ഫുള്ള് ഇവിടെ വെച്ചിരിക്കുന്നുണ്ടാ, ഇവിടെ ഫുള്ള് വന്നിട്ട് ബിരിയാണി ഫുള്ള് വന്നിട്ട് ബിരിയാണി ഫ്രൂട്ട് വെച്ചിട്ടുള്ളത്. ഇവിടെ സ്പായാണ്, റോയൽ സ്പാ. കുറെ പേര് സ്പാ ചെയ്യാൻ കിടക്കുന്നുണ്ട്. 990 ബാത്ത്. അങ്ങനെ ഞങ്ങൾ ആ മോളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി, കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങി. ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാര്യമായിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു കാഴ്ച കാണുന്നത്. അവിടെ ഡിനോസർ ഇങ്ങനെ 2 സ്റ്റാച്ചു പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് കോറൽ ഐലൻഡ് ടൂറായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ ഇടാനായിട്ട് സെപ്പറേറ്റ് ചപ്പൽസ് ഞങ്ങൾ എടുത്തിരുന്നില്ല. അപ്പോഴും ഞങ്ങൾ ആലോചിച്ച് ഓക്കെ എന്നാൽ ഇവിടുന്ന് നമുക്ക് വാങ്ങിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്, സഞ്ചരിക്കുന്ന തുണിക്കട. നല്ല രസമായിരുന്നു കേട്ടോ ഇതിങ്ങനെ പോകുന്ന കാണാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടത് ഈ ഒരു ചേച്ചിയുടെ ഡാൻസ് ആണ് കേട്ടോ. കുറേ അവിടുത്തെ തായ് സോങ്സ് ആണ് അവർ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിരുന്നത്. അപ്പോൾ ഇത് പിന്നെ അവിടെ സൈഡിൽ ഇങ്ങനെ കുറേ ചേച്ചിമാരിങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ. ചേച്ചിമാരും ഉണ്ട്, ലേഡി ബോയ്സും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവരിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിലായിട്ട് ഒരു കാല് വയ്യാത്ത അദ്ദേഹം അവിടെ ഇരുന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു. അയാളുടെ പെറ്റ് ക്യാറ്റ്സ് ആണ് സൈഡിൽ കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ. അത് നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്, നല്ല ക്യൂട്ടായിരുന്നു അത് കാണാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ദൂരം ഇങ്ങനെ നടന്നു. അടുത്തൊന്നും ആ ഒരു ചെരുപ്പ് കട കണ്ടിരുന്നില്ല. ഫുള്ള് ഈ പബ്ബും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ ഷോപ്സൊക്കെ കുറച്ചും കൂടെ ദൂരത്തേക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സൈഡിൽ നടന്നിട്ട് കുറച്ച് കടകളൊന്നും അത്ര ഇല്ലായിരുന്നുകൊണ്ട് ഞങ്ങൾ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ വന്നു ഗൈസ്. അപ്പോൾ ഇവിടെ ഫുൾ ആക്ച്വലി പബ്ബ്, റെസ്റ്റോ, ബാറൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ഈ സൈഡിൽ ഉള്ള ഷോപ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടക്കണം, എങ്കിലും അവിടെ ചെരുപ്പും ചപ്പൽസും കാര്യങ്ങളൊക്കെ കാണും. ഈ ഒരു കടയിൽ ചപ്പൽസ് ഇല്ലായിരുന്നു, അതിന് പകരം ഭയങ്കര ഹൈ ഹീൽസൊക്കെ ആയിട്ടുള്ള ചെരുപ്പുകളായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങാതെ ഞങ്ങൾ കുറച്ചും കൂടി അങ്ങോട്ട് മുന്നിലോട്ട് നടന്നു. ഇത് ആക്ച്വലി ഒരു കടയുടെ മുന്നിൽ വെച്ചിരുന്ന വലിയൊരു മെനു കാർഡാണ് കേട്ടോ. ഇതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ എല്ലാം കഴിക്കണമെന്നൊക്കെ തോന്നും. അപ്പോൾ നമ്മളവിടെ കുറേ നേരം നിന്ന് ഇതിൻ്റെ മെനു കാർഡൊക്കെ വായിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ആ കടയുടെ ഉള്ളിൽ ലൈവായിട്ട് നമുക്ക് ഏത് ഫിഷിനെ വേണം എന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഫിഷസ് ആണിത്. അതുപോലെ ഈ ഒരു കോംബോ ആയിട്ട് പല പല ടൈപ്സ് ഓഫ് ഫിഷസ് ഇതേപോലെ സെറ്റ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് വേണോ അത് നമുക്ക് ചൂസ് ചെയ്ത് അവർ തന്നെ അത് പ്രിപ്പയർ ചെയ്ത് തരും. അപ്പോൾ ഇതിനൊക്കെ മുടിഞ്ഞ റേറ്റാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ കുറേ ഗ്രൂപ്പായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്യാൻ മറക്കണ്ട. കുറേ ചപ്പൽ കടകൾ കണ്ടു കേട്ടോ, പക്ഷേ ഭയങ്കര റേറ്റാണ്. റേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടി ഒരു ലോ ആയിട്ടുള്ള കടകൾ ഇങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ഇന്ത്യൻസിൻ്റെ സ്റ്റോൾസ് കണ്ടു. അവരിങ്ങനെ വെളിയിൽ നിന്ന് നമ്മളിങ്ങനെ മാടി വിളിക്കും. നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് കണ്ട ഉടനെ അവർ ചാടി വരും ഗൈസ് എവിടെന്നെങ്കിലും. അപ്പോൾ ഇവിടെ ഒരു പാർട്ടി എന്തോ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനവിടെ പോയി വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ന്യൂ വീഡിയോ ഗോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്ന് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചപ്പൽ തപ്പി ഗൈസ് ഞങ്ങൾ ചെന്നപ്പെട്ടത് ഒരു സ്ട്രീറ്റിലേക്കാണ്. ഒരു തീരാത്ത ഒരു സ്ട്രീറ്റ്, ഒരു കിലോമീറ്ററെങ്കിലും ഈ ഒരു സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ ഒരു ചേച്ചി ഒരു അങ്ങേരെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഞാനും എൻ്റെ അമ്മയും കൂടി ഇങ്ങനെ കണ്ട് നടന്ന് ആസ്വദിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ബോയ്സാണ് ആക്ച്വലി ഓരോ ആളുടെ പുറകെ ഇങ്ങനെ പിടിച്ച് പോകുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും നോക്കി കണ്ടോ, എനിക്ക് ശരിക്കും ഇതൊക്കെ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുള്ളിങ്ങനെ വീഡിയോസ് എടുത്ത് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു സംഭവം സംഭവിച്ചു. ഇവിടെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഭയങ്കര വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ പോകാം കേട്ടോ. അപ്പോൾ എന്നോട് പെട്ടെന്ന് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എന്നെ
ഒരു ചേച്ചിയല്ല, അതൊരു ലേഡി ബോയ് ആണ്. ഒരു സൗണ്ടൊക്കെ വേറൊരു ഇതിലായിരുന്നു. അപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു ഇവിടെ വീഡിയോസ് എടുക്കാൻ പാടില്ല, ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണെങ്കിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടും അവർ വീണ്ടും എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഡിലീറ്റ് ദ വീഡിയോ എന്ന് പറഞ്ഞു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ അപ്പോൾ പ്രസ് ചെയ്തിട്ട് ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നു ഗൈസ്. ഫൈനലി ഞങ്ങളുടെ ചപ്പൽ വാങ്ങാനുള്ള കടയിലെത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ ഒരു ചപ്പൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിൽ എടുത്തത് എനിക്ക് തോന്നുന്നു ഒരു എന്ത് കളറായിരുന്നു, ഒരു റെഡ് ആയിരുന്നു തോന്നുന്നു കേട്ടോ. റെഡ് കളർ ചപ്പലാണ് വാങ്ങിച്ചത്. അപ്പോൾ എന്നെ കാണാതെ അമ്മ ഇങ്ങനെ നോക്കുമായിരുന്നു, ഇനി ആ ചേട്ടൻ്റെ കൂടെ പോയോ എന്ന് വിചാരിച്ചിട്ട്. ആ ഒരു ചപ്പലിന് 50 or 70, ഞാനിപ്പോൾ ഓർക്കുന്നില്ല, 50 or 70 ബാത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഇളം പുഞ്ചിരിയോട് കൂടി അമ്മ അത് വാങ്ങിച്ചു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.